നമസ്കാരം. മൊയലാളിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാത്തതിൽ ഏഷ്യാനെറ്റ് മാപ്രകൾ കട്ടക്കലിപ്പിലാണ്. സ്വാഭാവികമല്ലേ? യജമാന ഭക്തിയുള്ള മാപ്രകൾ അത് ചെയ്യണ്ടേ? യജമാന ഭക്തിയുള്ള വാലാട്ടി നിൽക്കുന്നവർ അത് ചെയ്തില്ലെങ്കിൽ അതൊരു തരത്തിൽ ഉണ്ട ചോറിനോടുള്ള നന്ദികേടായിരിക്കില്ലേ? സാധാരണഗതിയിൽ നമ്മൾ കാണാത്ത, നമ്മൾ കേൾക്കാത്ത ചില വഴികളിലൂടെ ഏഷ്യാനെറ്റ് സഞ്ചരിക്കുകയാണ്. ദേശീയ തലത്തിൽ വിശ്വതള്ളലിനെ അവർ കുത്തുന്ന ചില വാർത്ത കൊടുക്കുകയാണ്. എങ്ങനെ? വിശ്വതള്ളലിന് പിന്തുണ കൊടുക്കുന്ന ഒരു NDA സഖ്യകക്ഷിയെ ചൂണ്ടിക്കൊണ്ട് അവർ ഒരു വാർത്ത കൊടുത്തു. അവർ ആ വാർത്ത കൊടുത്തതിന് പിന്നിൽ ഒറ്റ ചേതോവികാരമേ ഉള്ളൂ. മുതലാളിയുടെ നെഞ്ചത്തിടിയും നിലവിളിയും കണ്ട് വിനു വി ജോണിന് എങ്ങനെ സഹിക്കാൻ കഴിയും? അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വാർത്ത അതിൽ പ്രത്യക്ഷപ്പെട്ടത്, അതും പതിവില്ലാതെ. ബീഹാറിൽ കഴിഞ്ഞ 11 ദിവസത്തിനിടെ തകർന്നു വീണത് 5 പാലങ്ങളാണ്. കോടികളാണ് ഇതോടെ വെള്ളത്തിലായത്. നിർമ്മാണത്തിലെ അഴിമതിയും നിലവാരം കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നിർമ്മാണ രീതിയുമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. 1 2 3 4 5 എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന തരത്തിലാണ് ബീഹാറിലെ പാലം പണിയുടെ അവസ്ഥ. കഴിഞ്ഞ 11 ദിവസത്തിനിടയിൽ ബീഹാറിൽ ചടപടയെന്ന് തകർന്നു വീണത് 5 പാലങ്ങൾ. ഏറ്റവും ഒടുവിൽ നിർമ്മാണത്തിലിരുന്ന പാലമാണ് രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടും മുമ്പ് നദിയുടെ മടിത്തട്ടിലേക്ക് അന്ത്യനിദ്രയ്ക്ക് പോയത്. കണ്ടില്ലേ? ബീഹാറിലെ കാര്യം പറഞ്ഞു. അവിടെ 5 പാലങ്ങൾ പൊളിഞ്ഞത് ഇത്ര ദിവസത്തിന് ശേഷമാണ് ഏഷ്യാനെറ്റ് മാപ്രകൾ അറിഞ്ഞത്. പൊളിഞ്ഞു വീണിട്ട് ഇപ്പൊ 2-3 ദിവസമായി. അന്നൊന്നും വാർത്തയേ ഇല്ല. പക്ഷെ മുതലാളി ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ പുറത്താക്കി കഴിഞ്ഞിട്ട് എനിക്ക് അവസരം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പറയാതെ പറഞ്ഞപ്പോ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ അടിമയായിട്ടുള്ള വിനു വി ജോണിന്റെ കണ്ടെത്തലാണ്, അല്ലെങ്കിൽ വിനു വി ജോണിന്റെ നേതൃത്വത്തിൽ കൊടുത്ത ഒരു ഡെസ്ക് റിപ്പോർട്ടിംഗ് ആണ് ഈ കണ്ടത്. എങ്ങനെയുണ്ട്? പടപട പൊട്ടി വീഴുന്ന ഇങ്ങനെ ദേശീയ തലത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് വാർത്ത കൊടുക്കണമെങ്കിൽ അവരുടെ മുതലാളി ആരല്ലാതെ ഇരിക്കണമായിരുന്നു? രാജീവ് ചന്ദ്രശേഖരൻ അല്ലാതായിരിക്കണമെന്ന്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അതിന്റെ മുതലാളിയായി തുടരുകയും അദ്ദേഹം നേരത്തെ തന്നെ ഔദ്യോഗികമായിട്ട് മന്ത്രിസ്ഥാനം കൊടുക്കാത്തതിൽ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് തന്റെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപനം നടത്തി സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടതിന് ശേഷം ആ ഒരു വിഷമം അദ്ദേഹം കടിച്ചമർത്തി പോകുന്നതിൽ സഹിക്കാൻ പറ്റാതെയാണ് അദ്ദേഹത്തിന്റെ ചാനൽ അടിമകൾ ഇങ്ങനെ ഒരു വാർത്ത ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവർക്ക് കൊടുക്കേണ്ടി വരും. ഉണ്ട ചോറിന് നന്ദി കാണിക്കാതിരിക്കുന്നത് ഏതെങ്കിലും ഒരു വളർത്തുന്ന ഒരു ഇനത്തിന് പറ്റിയതാണോ? സ്വാഭാവികമായി കാണിച്ചു. അതാണ് നിങ്ങൾ ഈ കണ്ടത്. അല്ലാതെ അവർക്ക് ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ആത്മരോഷമോ വിഷമോ ഉണ്ടായിട്ടല്ല. അത് അവരുടെ മുതലാളിക്ക് ഉണ്ടായ വിഷമത്തിന്റെ പ്രതിഫലനം മാത്രമാണ്. അല്ലെങ്കിൽ ഇത്രയും കാലം ഇങ്ങനൊരു വാർത്തയൊന്നും അവർ ഇതുവരെ കൊടുക്കാത്തവരാണ്. ഇത്രയും വലിയൊരു സംഭവവികാസം, പ്രത്യേകിച്ച് അയോധ്യയിൽ ഉണ്ടായ വാർത്ത അവർ ഓൾറെഡി മുക്കിക്കഴിഞ്ഞു. എന്നിരുന്നാലും ഇപ്പോ നേരിട്ട് പറയാതെ എങ്ങനെയാണോ 3ാം തവണത്തെ സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്നത് അറിയാലോ. സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഏഷ്യാനെറ്റിന്റെ ഫേസ്ബുക്കിന്റെ കവർ ഫോട്ടോ വിശ്വഗുരുവിന്റെ ഫോട്ടോ വെച്ചിട്ട് 3ാം വട്ടം എന്നൊക്കെ അടിച്ചൊരു ചാനൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജനൻ ടിവിയേക്കാൾ തീവ്രമായിട്ടുള്ള സംഘപരിവാർ അനുകൂല ചാനൽ എന്ന് അവർ സ്വയം പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അത് നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ലേ? ഇവർ തന്നെയാണോ അത് ചെയ്തതെന്നൊരു സ്വാഭാവിക സംശയം തോന്നുന്നില്ലേ? അത്രയേ ഉള്ളൂ. ആ സംശയം തന്നെയാണ് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നത്. മുതലാളിയെ ഇഗ്നോർ ചെയ്തതിന്, മുതലാളിയെ അവഗണിച്ചതിന് ഈ രീതിയിലുള്ള പ്രകടനമെങ്കിലും വരും ദിവസങ്ങളിൽ ഇതിന്റെ തീവ്രത കൂട്ടാനാണ് മുതലാളി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഞാനില്ലെങ്കിൽ പ്രളയമുണ്ടാകണം, ഞാനില്ലെങ്കിൽ ഇത് തകരണം, അതിനുവേണ്ടി നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന പണി ചെയ്യണമെന്ന് അദ്ദേഹം നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്ന് ഈ ഒരൊറ്റ വാർത്ത തെളിയിക്കുകയാണ്. അതുകൊണ്ടാണ് 3ാമത്തെ വിശ്വ തള്ളലിന്റെ സർക്കാരിനെ തള്ളി നിർത്തിയിരിക്കുന്ന ബീഹാറിൽ കൊടിയ അഴിമതിയാണെന്ന് പറയുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ND മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആ അഴിമതിക്ക് ആർക്കും പങ്കുണ്ട്. നമ്മൾ ഈ വരികൾക്കിടയിലൂടെ വായിക്കണമല്ലോ. അപ്പോ സ്വാഭാവികമായിട്ടും ഏഷ്യാനെറ്റ് എന്ന സംഘപരിവാർ ചാനൽ പറഞ്ഞു വെക്കുകയാണ്, ND സർക്കാർ എന്താണ് മൊത്ത അഴിമതിയിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ബീഹാറിനെ ഉയർത്തിക്കാട്ടിയും ഒപ്പം അയോധ്യയിലെ സംഭവവികാസങ്ങളെ മുൻനിർത്തി അവർ പറഞ്ഞു വെക്കുമ്പോൾ ഒരു സംശയവും വേണ്ട, ഇത് മുങ്ങുന്ന കപ്പൽ തന്നെയാണ്. എത്ര കാലം മുന്നോട്ട് പോകും? പലരും പാലം വലി തുടങ്ങിയെന്ന് ഏഷ്യാനെറ്റിലൂടെ രാജീവ് ചന്ദ്രശേഖർ തുറന്നു കാട്ടിത്തരികയാണ്.